മാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനാമിക കൊടുത്ത കേസിൻ്റെ വാദം തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അനന്തപുരിയിലുള്ള എല്ലാവരും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അനിയാണ് കേട്ടോ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ അനാമികയുടെ വക്കീൽ ആദ്യം അനിയടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെ അനി അനാമികയെ അടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണല്ലോ കേസ് തന്നിരിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ആരെയും അടിക്കാറില്ല, പക്ഷേ അന്ന് എൻ്റെ മുത്തശ്ശന് അത്രയ്ക്കും മോശമായ രീതിയിൽ അവൾ സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ഗതികെട്ട് എനിക്കൊരു അടി കൊടുക്കേണ്ടി വന്നെന്ന് ഇങ്ങനെ നമ്മൾ അനി പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആദർശിൻ്റെ അടുത്തും നയനയുടെ അടുത്തും മുത്തശ്ശിൻ്റെ അടുത്തും മുത്തശ്ശിയുടെ അടുത്തും എല്ലാം ചോദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ദേവയാനി അടുത്താണെങ്കിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി അടുത്താണെങ്കിൽ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം ഒക്കെ അനാമികയുടെ അടുത്ത് ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത്. അത് കഴിഞ്ഞ് നിങ്ങളെ മോനും മരുമോളും പറഞ്ഞതനുസരിച്ചാണല്ലോ നിങ്ങൾ പിന്നെ അനാമികയുടെ അടുത്ത് ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ആണല്ലോ കംപ്ലൈൻറ്റിൽ തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, ജോലി ചെയ്യാനൊക്കെ പറയുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിലും നമ്മളെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അത് പിന്നൊരു കാര്യം അവൾ പറഞ്ഞോ, ഞാൻ ഏത് സമയം തൊട്ടാണ് ഞാൻ അവളുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയത് അവൾ പറഞ്ഞോന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളെ വക്കീൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ കോടതിയെ ചോദ്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ഞാനൊരിക്കലും കോടതിയെ ചോദ്യം ചെയ്യുമല്ല, ഏത് സമയത്താണ് ഞാൻ മാറാൻ തുടങ്ങിയതും എൻ്റെ സ്നേഹം അവൾക്ക് നഷ്ടപ്പെടാൻ തുടങ്ങിയതും എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ആ രീതിയിലാണ് അവൾ കവളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, ഞാൻ ഇവളെ ഒരുപാട് സ്നേഹിച്ചൊക്കെ ചെയ്ത് ഇവളെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരുപാട് സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തായിരുന്നു. അത് തന്നെ ആദ്യം തന്നെ ഞാനൊരു മാലയൊക്കെ അവൾക്ക് കൊടുത്ത്, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളത് മോഷണം പോയെന്നും പറഞ്ഞിട്ട് എൻ്റെ മരുമോളെ വീട്ടുകാരെയും ആണ് പ്രതിയാക്കിയിട്ട് അവരെ പോലീസ് സ്റ്റേഷൻ വരെ കയറ്റേണ്ട ഒരു സാഹചര്യമൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് എൻ്റെ മരുമോളെ വീട്ടുകാരെയൊക്കെ ഇവർ കളിയാക്കിയൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. അത് അവൾ തന്നെ അവളെ അച്ഛനിക്ക് കൊണ്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അവളെ അച്ഛനാണെങ്കിൽ ഒരുപാട് പേരെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കടം മേടിച്ചും അങ്ങനെയൊക്കെ കുറേ കടവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയായിരുന്നു അവൾ അവളെ അച്ഛന് കൊടുത്ത്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയില്ല, എന്നിട്ട് എൻ്റെ മരുമോളെയാണ് ഞാൻ ഒരുപാട് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ വരെ അവൾ ചതിക്കുകയെ ചെയ്തതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അവൾ അനന്തപുരിയിൽ പൈസയും സ്വത്തും മോഹിച്ചിട്ടാണ് അവൾ അവിടെ വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ മരുമോളെ ഒരു സഹായം ത്യാഗമൊക്കെ കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ജീവിച്ചിവിടെ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ അനന്തപുരിയിൽ ഉള്ള മരുമോളെ ഗർഭം തന്നെ അലസിപ്പിക്കാൻ വേണ്ടി ഇവൾ പാലിൽ വിഷം കലർത്തി ഇവൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാല് ഞാനെടുത്ത് കുടിച്ചിട്ട് എൻ്റെ കരൾ തന്നെ ഇല്ലാതായി. ആ സമയത്ത് എൻ്റെ മരുമോളാണ് എന്നെ സഹായിച്ചതെന്ന്. ആ ടൈമിലൊന്നും ഞാൻ എൻ്റെ മരുമോളെ സ്നേഹിക്കുകയോ വയ്ക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അവളെ നല്ല മനസ്സുകൊണ്ടാണ് അവൾ കരൾ തന്ന് എനിക്ക് സഹായിച്ചിട്ട് ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ നമ്മളെ ദേവയാനി ഇങ്ങനെ വളരെ സങ്കടത്തോടെ ദേവയാനി പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ദേവയാനി പറയുന്നുണ്ട്, പിന്നാണ് എനിക്ക് മനസ്സിലായത് അനാമികയാണ് പാലിൽ വിഷം കലർത്തി തന്നതെന്നും എൻ്റെ മരുമോൾ എന്നെ സഹായിച്ചതെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞതിന് ശേഷം തൊട്ടാണ് പിന്നെ ഞാൻ അനാമികയെ വെറുക്കാൻ തുടങ്ങിയതും എൻ്റെ മരുമോളെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവളെങ്ങനെയല്ല എൻ്റെ മരുമോളെ ഞാൻ വെറുക്കണം, ആ രീതിയിലല്ല ഇവൾ അവിടെ ഓരോ കാര്യങ്ങൾ എൻ്റെ മരുമോൾക്കെതിരെയായിട്ട് ഇവൾ കാണിച്ചുകൊണ്ടൊക്കെ ഇരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കാര്യം വെച്ചാൽ എൻ്റെ മോൻ്റെ കല്യാണം ആ രീതിയിലായതുകൊണ്ട് ഇവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ സത്യമാണെന്നൊക്കെ വിചാരിച്ച് എൻ്റെ മരുമോളെ തന്നെ ഞാൻ ഒരുപാട് വെറുക്കുകയൊക്കെ ചെയ്ത് അത് മുതലാക്കിക്കൊണ്ട് തന്നെ ഇവൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസകളായിട്ടും സ്വർണ്ണങ്ങളായിട്ടും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് കണക്ക് തന്നെ സ്വന്തം ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് വരെ പൈസയും കാര്യങ്ങളും അടിച്ചു മാറ്റുന്ന ഒരു പെണ്ണ് ആണ് ഇവളെന്നൊക്കെ നമ്മളെ ദേവയാനി ആണെങ്കിൽ കോടതിയിലാണെങ്കിൽ പറയുന്നുണ്ട്. നമ്മളെ ദേവയാനി ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറയുന്നത് കേട്ടിട്ടാണെങ്കിലും നമ്മളെ ജഡ്ജാണെങ്കിൽ ഞെട്ടിത്തെരിച്ചിരിക്കുക കേട്ടോ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ ജഡ്ജിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇപ്പം കോടതിക്ക് മനസ്സിലായല്ലോ ഈ പ്രതിയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ എൻ്റെ പ്രതികളെ പിന്നെ കരിവാരി തേക്കാൻ വേണ്ടിയൊക്കെയാണ് ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നതെന്നൊക്കെ ഇപ്പോൾ കോടതിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീൻ പറയുന്നുണ്ട്, ഇവർ പ്രതിക്കൂട്ടി കയറി നിന്ന് ഓരോ കാര്യങ്ങൾ വിളിച്ച് പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് ഇപ്പം ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ കക്ഷികളെ ആവശ്യമില്ലാതെ വെറുതെ പിന്നെ പ്രതികളാക്കാൻ വേണ്ടിയൊക്കെ ഇവർ ശ്രമിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലും വലിയ തെളിവ് എന്തായാലും കോടതിക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അനന്തപുരി തറവാട്ടിൽ അവിടുന്ന് CCTVയിൽ നിന്ന് ഒരു പിന്നെ അനാമികയാണെങ്കിൽ പാലിൽ വിഷം കലർത്തുന്ന ആ ഒരു ചിത്രവും നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോയുടെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് സാറിന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ
വാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവീനാണെങ്കിൽ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അങ്ങനെ നമ്മൾ അനാമികയാണെങ്കിൽ അനന്തപുരിക്കാരെ കൊടുക്കാൻ വേണ്ടി വന്ന അനാമികയും വീട്ടുകാരും മിക്കവാറും കുടുങ്ങി ജയിലിൽ പോകുന്ന എല്ലാ ലക്ഷണങ്ങളും ഇപ്പം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.